ഇത്ര മഹത്തായ, ഇത്ര ഗൗരവമായ ഒരു സമ്മേളനത്തിൽ ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ അഥാനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ട് സഫലം എന്ന ഈ പ്രോഗ്രാമിൽ ചില വാക്കുകൾ പറയുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ച് നിങ്ങളോട് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട അഭിമന്യ തിരുമേനിയോടും യുവജന സഖ്യത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടും, പ്രത്യേകിച്ച് ഷെർണച്ചനോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ അധികം സമയം കളയാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം, ഇപ്രകാരമുള്ള അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ മുതിർന്നവർ ഒന്നിച്ചു കൂടുന്ന ഒരു സദസ്സിലാണ് എപ്പോഴും നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരുന്ന തലമുറ നമുക്ക് മുമ്പിൽ നടന്ന് നീങ്ങിയവരെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് യുവജന സഖ്യം അതിന് മുൻകൈ എടുത്തതിലുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇപ്രകാരം ഒരു കവിത വായിച്ച് ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമായി മാറും. ഒരു തണലിൽ ഒരാളെ കൂടി ചേർത്ത് നിർത്തിയാൽ വെയിൽ ഒരു നിലാവായി മാറും. മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും. മനസ്സൊരു ആകാശക്കുടയായി മാറും. നക്ഷത്രങ്ങൾ അവയ്ക്ക് മുകളിൽ പ്രകാശം പൊഴിക്കും. അഭിവന്യ ഗീവർഗീസ് മാർ അഥാനാസ്യോസ് തിരുമേനിയെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സുകളെ, ഈ ലോകത്തെ അളക്കുവാൻ പറ്റാത്ത ആകാശങ്ങളെ എല്ലാം അതിനപ്പുറമായി ഒരു മഴവിൽ കുട പോലെ അനേക മുത്തുക്കുടകൾ ചേർത്ത് വെച്ച് അലങ്കൃതമായ ഒരനുഭവമായി നമ്മുടെ മനസ്സിൽ, നമ്മുടെ സഭയിൽ, ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. മരിച്ചിട്ടും മരിക്കാത്ത ചില അനുഭവങ്ങൾ ഈ തിരുമേനി നമ്മുടെ മനസ്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അത്രമാത്രം ഗാഢമായ ഒരു ബന്ധം, സ്നേഹത്തിൻ്റെ നിഴലടയാളങ്ങൾ നമ്മളിൽ അവശേഷിപ്പിച്ചിട്ടാണ് അഭിമന്യ അഥാനാസ്യോസ് തിരുമേനി യാത്രയായിരിക്കുന്നത്. ഡെട്രിച്ച് ബോൺഹോഫർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എത്ര സ്നേഹിതന്മാരുണ്ട് എന്നല്ല, അവരുമായി എത്രമാത്രം ഗാഢമായ ബന്ധമുണ്ട് എന്നതിനാണ് പ്രാധാന്യം. സ്നേഹിതരുടെ എണ്ണത്തിലല്ല, ആ സ്നേഹത്തിലെ ഗാഢമായ ബന്ധത്തിനാണ് പ്രാധാന്യം. അത് ദൈവത്തോടായാലും രക്ഷകനായ യേശുക്രിസ്തുവിനോടായാലും ദൈവസ്നേഹത്തിൽ നമ്മളോടടുത്ത് വരുന്ന ഏത് വ്യക്തികളോടാണെങ്കിലും ഗാഢമായ അഗാധമായ ബന്ധത്തിലാണ് നമ്മുടെ സൗഹൃദങ്ങളെന്നും നിലനിൽക്കുന്നത്. 2018 നമ്മളോട് വിട പറഞ്ഞ അഥാനാസ്യോസ് തിരുമേനി, എനിക്ക് തോന്നുന്നു ഇന്നും നമ്മളോടൊരു സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിത്വമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും തിരുമേനിയുടെ ഒരു നിറസാന്നിധ്യം ഈ യൂത്ത് അസംബ്ലിയിൽ ഉള്ളതുപോലെ ഞാൻ ഭാവനയിൽ കാണുകയാണ്. അങ്ങനെ കാണാൻ പാടില്ലായിരിക്കാം, പക്ഷെങ്കിൽ ഇത്ര ചിട്ടയോടെ, അച്ചടക്കത്തോടെ ഒരു കോൺഫറൻസ് 2018 ശേഷം ഇവിടെ തുടരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ, ഈ കുന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാത്ത തിരുമേനിയുടെ ആ സുന്ദരമായ മുഖം, പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ആ തിരുമേനി നമ്മളിൽ അവശേഷിപ്പിച്ച ഗാഢമായ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ, ചില ടൈറ്റിലുകളിൽ ഇങ്ങനെ ആക്കി പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, തിരുമേനി വ്യത്യസ്തനായ ഒരു വിശ്വസ്തദാസൻ ആയിരുന്നു. വ്യത്യസ്തനായ ബാലനെ നമ്മൾ ഒരുപാട് പാടി പതിഞ്ഞ വാചകമാണ്. വ്യത്യസ്തനായ ബിഷപ്പ്, വ്യത്യസ്തൻ എന്നാൽ വിശ്വസ്തതയിൽ വ്യത്യസ്തനായി തീർന്ന ബിഷപ്പാണ്. തിരുമേനിയെ കാണുമ്പോൾ കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സിൽ തോന്നും. എന്നാൽ തിരുമേനിയിൽ കാണുന്ന കാഴ്ചയേക്കാൾ അപ്പുറമായി തിരുമേനി ഈ ലോകത്തിനും സഭയ്ക്കും നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടിലൂടെയാണ്
തിരുമേനിയെ വ്യത്യസ്തനായി നമുക്ക് അടയാളപ്പെടുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ വേറിട്ട ചിന്തകൾ, വ്യത്യസ്തമായ ആവിഷ്കാര ശൈലി, തിരുമേനിയുടെ ചില ശക്തമായ നിലപാടുകൾ, തിരുമേനിയുടെ വേഷ സംവിധാനം, തിരുമേനിയുടെ ഭാഷ, തിരുമേനിയുടെ ഭക്ഷണ രീതി, തിരുമേനിയുടെ ശിക്ഷണം, കൃത്യത, ഇതൊന്നും ഒരു പ്രോട്ടോടൈപ്പായി വേറൊന്നിനോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തനായ ഒരു വിശ്വസ്തദാസൻ, വിശ്വസ്തനായ ഒരു നേതാവ് എന്ന് തിരുമേനിയെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി എപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായി ശിഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള ആളാണ്. നമ്മുടെ അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം നമ്മെ സംബന്ധിച്ച് ഗുരുതുല്യം നമ്മൾ സ്നേഹിക്കുകയും ഒരുപാട് മാതൃകകൾ നമ്മളിലേക്ക് പകർത്തുവാൻ കൊതിയോടെ നമ്മൾ കാണുന്ന ആളുകളാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാർ, ഗുരു ശ്രേഷ്ഠർ. ഒരു ഗുരുവിനെ സംബന്ധിച്ച് വളർന്നു വരുന്ന ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിടത്ത് വായിച്ചത്, ശിഷ്യൻ്റെ വഴി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വഴി തന്നെ ആണ്. ശിഷ്യൻ്റെ മൊഴി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മൊഴി തന്നെ ആണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഗുരുവായ യേശുക്രിസ്തുവിൻ്റെ വഴി തന്നെ വഴിയായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ മൊഴി തന്നെ, വാക്കു തന്നെ തൻ്റെ മൊഴിയായും വാക്കായും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയായി തിരുമേനി നിന്നതുകൊണ്ട് തിരുമേനിയുടെ വഴികളിലെല്ലാം, മൊഴികളിലെല്ലാം, തിരുമേനിയുടെ ഇടപെടലുകളിലെല്ലാം ഈ വ്യത്യസ്തത നമുക്ക് വ്യക്തമായി കാണാം. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് അഭിമന്യ അത്താനാസിയോസ് തിരുമേനി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ ഇപ്രകാരം ഒരു ലൈൻ കുറിച്ചിരിക്കുന്നത് വായിക്കുകയാണ്. ദ റോഡ്സ് diverged in a wood, and I took the one less traveled by, and that has made all the difference. മറ്റുള്ളവർ അധികം സഞ്ചരിച്ച് പരിചയിച്ചിട്ടില്ലാത്ത വഴി തിരഞ്ഞെടുത്തതിനെ പറ്റിയാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് വ്യത്യസ്തതയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. അധികം ആരും നടക്കാത്ത വഴി എന്ന് പറയുന്നത് അത് വഴിയല്ല എന്ന് നമുക്ക് പലപ്പോഴും പറയാം. ഇവിടെ വഴിയില്ലല്ലോ, ഇതിലെ വേറൊരു മാർഗമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, അധികം ആരും നടക്കാത്ത വഴി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആ വഴിയുടെ പേരാണ് തീർത്ഥാടന വഴി, തീർത്ഥാടന പാത. തീർത്ഥാടന പാത എന്നും ആളുകൾ നടക്കുന്ന സാധാരണ വഴിയല്ല. രാവിലെ നമ്മൾ മോർണിംഗ് വാക്കിന് വേണ്ടി പോകുന്നത് പോലെയുള്ള, അല്ല ഈവനിങ് വാക്കിന് വേണ്ടി പോകുന്നത് പോലെയുള്ള വഴിയോ, നമ്മൾ ഓട്ടത്തിനും ചാട്ടത്തിനും ഉപയോഗിക്കുന്ന ട്രാക്കുകളോ അല്ല ഈ വഴി എന്ന് പറയുന്നത്. അധികമാരും സഞ്ചരിക്കാത്ത, നടന്ന് പതിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുന്ന വ്യക്തികൾ അവരെപ്പോഴും തീർത്ഥാടകരായിട്ട് തന്നെ തീരും. നമ്മുടെയൊക്കെ വഴികളിൽ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഒരു തീർത്ഥാടനത്തിൻ്റെ സമയമാണ്. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം, മഞ്ഞിനിക്കരയിലേക്കുള്ള തീർത്ഥാടനം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാരാമണ്ണ് തീർത്ഥാടനം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല എങ്കിലും തീർത്ഥാടനം, അത് 365 ദിവസവും നടക്കുന്ന വഴികളല്ല. മാരാമണ്ണ് പോകുന്നത് 365 ദിവസങ്ങൾക്കിടയിലുള്ള 8 ദിവസങ്ങളാണ് നമ്മൾ നടക്കാത്ത വഴികളിലൂടെ, ആറ്റ് തീരത്തിലൂടെ, മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്നത്. മഞ്ഞിനക്കരക്കാർ വർഷത്തിൽ ഒരിക്കൽ 1-2 ദിവസമാണ് തീർത്ഥാടന വഴിയിലൂടെ. പരുമല പോകുന്നവർ 365 ദിവസവും അവർ പദയാത്രയിലല്ല, അവർ വല്ലപ്പോഴും നടക്കുന്ന ആ വഴികളെ, ആ പദയാത്രകളെയാണ് തീർത്ഥാടന പാതകളായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ലെസ് ട്രാവൽഡ് ബൈ എന്ന് പറയുമ്പോൾ അഭിമന്യ അത്താനാസിയോസ് തിരുമേനി മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഇതിന് മുമ്പും ഇതിന് പിൻപും സഞ്ചരിച്ചിട്ടുള്ള പിതാക്കന്മാരുടെ പാതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില ചുവടുകൾ വെച്ചിട്ടുള്ള തിരുമേനിയാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തതയുടെ ഒരാചാര്യനായി, വിശ്വസ്തതയുടെ ഒരു ആൾരൂപമായി തിരുമേനി ഇന്നും മരിക്കാത്ത സ്മരണയായി, ദീപ്ത സ്മരണയായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് വ്യത്യസ്തത, 2 ആദർശത്തിൻ്റെ ആൾ രൂപമായിരുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഭീഷണികളെല്ലാം നേരിടുന്നതിന് വേണ്ടി അല്പം അകലം സൂക്ഷിച്ച് അണികളെ മുന്നിൽ നിർത്തിയതിന് ശേഷം, ചുറ്റുപാടും ആളുകളെ നിർത്തിയതിന് ശേഷം
ഫോട്ടോയ്ക്കൊക്കെ അത്യാവശ്യം പോസ് ചെയ്യുന്നതിന് മുന്നിൽ വരികയും അല്ലാത്തപ്പോൾ ഒരു സുരക്ഷാ കവചത്തിന് ഉള്ളിൽ മാറി നിൽക്കുന്ന നേതാക്കളെ കാണുമ്പോൾ അഭിവന്യ അത്താനാസ്യൂസ് തിരുമേനി ഏത് കാര്യത്തിന് നേതൃത്വം നൽകുന്നുവോ തിരുമേനി തന്നെ ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. തിരുമേനിയാണ് ഒരു മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യുന്നതെങ്കിൽ, അധ്യക്ഷനെങ്കിൽ, ആ മീറ്റിങ്ങിൽ ആദ്യം എത്തുന്ന വ്യക്തി തിരുമേനി ആയിരിക്കും. ഒരു തിരുമേനി ഒരു ഇടവക സന്ദർശിക്കുമ്പോൾ ഇടവകയിലെ വികാരി പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് പള്ളി മുറ്റത്തെത്തിച്ചേരുന്നത് തിരുമേനി ആയിരിക്കും. അതാണ് ഒരു വ്യക്തിയുടെ ആദർശം എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന എല്ലാ വഴികളിലും ധാർമ്മിക ലാവണ്യം നിറഞ്ഞു തുളുമ്പുന്ന ആദർശത്തിൻ്റെ ഒരു ആചാര്യനായി, ആൾ രൂപമായി നമുക്ക് തിരുമേനിയെ കാണാം. തിരുമേനിയുടെ ആദർശങ്ങൾക്ക് അതിന് അഭിനയത്തിൻ്റെ ഒരു ചാരുത ഇല്ല. തിരുമേനിയുടെ ആദർശത്തിന് പൊങ്ങച്ചം ലവലേശമില്ല. തിരുമേനിയുടെ ആദർശത്തിൽ കാപട്യ പൊയ് മുഖങ്ങൾ ഇല്ല. ആരെങ്കിലും തിരുമേനിയെക്കുറിച്ച് മുഖസ്തുതി പറഞ്ഞാൽ തിരുമേനി ആ ഭാഗം ശ്രദ്ധിക്കാത്ത രീതിയിൽ വേറൊരാളോടപ്പോൾ സംസാരിച്ചിരിക്കും. ഒരു മുഖസ്തുതിയിലും വീഴ്ത്തുവാൻ കഴിയാത്ത മുഖപ്രസന്നതയുള്ള ആദർശശുദ്ധിയുള്ള വ്യക്തിയായി തിരുമേനി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത്താനാസിയോസ് എന്ന പേരിൻ്റെ അർത്ഥം അമർത്യൻ അല്ലെങ്കിൽ മരണമില്ലാത്തവൻ എന്നാണ്. ഒരു പക്ഷെങ്കിൽ അത്താനാസിയോസ് തിരുമേനി ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മറയാതെ നിൽക്കുന്നത് ആ പേരിനെ അന്വർത്ഥമാക്കി ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിലുള്ള ആദർശത്തിൻ്റെ അത്രമാത്രം ഉള്ള ഒരാൾ രൂപമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ ദർശനത്തിന് അത്രമാത്രം ഭംഗിയുണ്ട്. അത്രമാത്രം ദർശനമുള്ളതുകൊണ്ട് അച്ഛനിവിടെ യോവേൽ പ്രവചനത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, യുവജനങ്ങൾ ദർശനങ്ങളെ കാണും. തിരുമേനി ദർശനങ്ങൾ കാണുന്ന വ്യക്തിയും തിരുമേനി യുവജനങ്ങളിൽ ദർശനം കാണുന്ന വ്യക്തിയും ഭാവി തലമുറയിൽ ദർശനം കാണുന്ന വ്യക്തിയുമായതുകൊണ്ട് ഒരു ദാർശനിക ഭാവം തിരുമേനിയുടെ ആദർശത്തിലെല്ലാം നിറഞ്ഞു തുളുമ്പുന്നതായി നമുക്ക് കാണാം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വ്യത്യസ്തനായ ഒരു വിശ്വസ്തദാസൻ. രണ്ട്, ആദർശത്തിൻ്റെ ഒരാൾ രൂപമായി തിരുമേനി നിൽക്കുന്നു. മൂന്ന്, തിരുമേനി കഠിനാധ്വാനിയായ ഒരു കർമ്മയോഗി ആണ്. പലപ്പോഴും അപ്പോൾ തിരുമേനി ഇവിടെ ഇരിക്കുന്നു. നമുക്ക് ഒരു സഭയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്, നേതൃസ്ഥാനമാണ് സഭയിലൊരു എപ്പിസ്കോപ്പ, സഭയിലൊരു സുഫ്രഗൻ മെത്രാപ്പോലിത്ത, സഭയുടെ മെത്രാപ്പോലിത്ത സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വേറൊരു സ്ഥാനം വരാനായിട്ടില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ള നേതൃസ്ഥാനത്ത് ഇടയശ്രേഷ്ഠരായിട്ട് നിൽക്കുവാൻ, അതിൻ്റെ അത്യുന്നതമായ ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, ഇനിയും വിശ്രമിക്കാം, ഇനിയും സ്വസ്ഥമായിട്ടിരിക്കാം, ഇനി അധ്വാനമൊക്കെ കുറയ്ക്കാം. അഭിവന്യ അത്താനാസ്യൂസ് തിരുമേനി സംബന്ധിച്ച് തിരുമേനിയുടെ ശുശ്രൂഷ മേഖലകളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നന്നായി ഗ്രഹപാഠം ചെയ്യുന്ന, ഹോംവർക്ക് ചെയ്യുന്ന, ഉറക്കമിളച്ച് സമയമെടുത്ത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കർമ്മയോഗിയായി അത്താനാസ്യൂസ് തിരുമേനിയെ കാണാം. പ്രത്യേകിച്ച് തിരുമേനിയുടെ വായന, അതെല്ലാം നല്ല പരിചിതമായ മേഖലയായതുകൊണ്ട് ഞാൻ തൊട്ടേ പോകുന്നുള്ളൂ. തിരുമേനി വായിക്കുക മാത്രമല്ല, ആഴത്തിൽ അത് പഠിക്കും. പഠിച്ചതിന് ശേഷം എഴുതിയ ആളിനോടും അതിനെപ്പറ്റി വ്യാഖ്യാനിച്ച ആളുകളോടും ഞാൻ വായിച്ച് ഗ്രഹിച്ചത് തന്നെയാണോ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പ്രഭാഷണത്തിന് മുമ്പിൽ, പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് തിരുമേനി അതൊരു ദീർഘമായ തപസ്യയായി ഏറ്റെടുത്ത് അതിനുവേണ്ടി അധ്വാനിക്കും. സുവിശേഷത്തിൻ്റെ ഒരു സർഗാത്മക ചൈതന്യം എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആ വിഷയത്തെ അവതരിപ്പിക്കുവാനും കേൾക്കുന്ന ഹൃദയങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും അത്ര വ്യത്യസ്തമായ രീതിയിൽ അതിനെ ആവിഷ്കരിക്കുവാൻ തിരുമേനിക്ക് സാധിക്കും. അതുകൊണ്ട് എന്തിനിനിയും അധികം ഗ്രഹപാഠം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തിരുമേനി അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിന്ന് മരണം വരെയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി എത്രമാത്രം സമയമെടുത്ത് ഗ്രഹപാഠം ചെയ്യുന്ന, ഹോംവർക്ക് ചെയ്യുന്ന കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാണ്.
തിരുമേനി ആദ്യം ശുശ്രൂഷ ചെയ്തത് ബോംബെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പയായിട്ടാണ്. 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. തിരുമേനിയോടൊപ്പം ഞാൻ ബോംബെയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ സാന്താക്രൂസ് ഇടവകയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. തിരുമേനിയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, തിരുമേനിയെ കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനിയെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തിരുമേനി ചോദിച്ചു, അച്ഛൻ്റെ നാടതിന് എവിടെ? എന്താ? ഞാൻ പറഞ്ഞു, കോന്നി കല്ലേലി. എനിക്കവിടെങ്ങും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനിയെ ഊട്ടുപാറ ഹെവൻഫോർഡ് എസ്റ്റേറ്റിൽ അങ്ങോട്ട് യാത്ര താമസിച്ച് പ്രസംഗത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ തിരുമേനി പറയാണ്, ലോകത്തിൽ ഒരു മനുഷ്യർ പോലും കാണരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വഴിയായിട്ട് പോകുന്നത്. അവിടെയും മർത്തോമക്കാരുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ തിരുമേനി എത്രമാത്രമാണ് ഒരു വിഷയത്തിന് വേണ്ടി തപസ് ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങുന്നത് എന്നുള്ളത് തിരുമേനിയുടെ പ്രസംഗം മാരാമൺ കൺവെൻഷനിൽ ആ പന്തലിൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് കഠിനാധ്വാനം തിരുമേനിയുടെ ഒരു വലിയ ജീവിതത്തിൻ്റെ ഭാഗം ആയിരുന്നു. 4, തിരുമേനിയുടെ സംഭാഷണങ്ങൾ അതിനോട് ചേർന്ന് വരുന്നതാണ്. പെരുമ്പടവം ശ്രീധരൻ്റെ പുസ്തകം പോലെ തന്നെ ഒരു സങ്കീർത്തനം പോലെ കാവ്യാത്മകമായി അതിനെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. തിരുമേനി പ്രസംഗം തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു പല ആളുകളും പേന കൊണ്ട് പോയിൻ്റ് എഴുതാനായിട്ട് കാത്തിരിക്കും. പക്ഷെങ്കിൽ പേനയും ഡയറിയും മടക്കിയതിന് ശേഷം തിരുമേനിയുടെ വാക്ധോരണിയിൽ ആ ശൈലിയിൽ ആകൃഷ്ടരായി എഴുതാൻ മറന്നു പോകുന്ന അച്ഛന്മാരെ ഞാൻ മണൽപ്പുറത്ത് പന്തലിൻ്റെ കീഴിൽ കണ്ടിട്ടുണ്ട്. കാരണം ശ്രദ്ധ തിരിക്കാനൊക്കാത്തതുപോലെ, കണ്ണുവെട്ടിക്കാൻ കഴിയാത്തതുപോലെ, അത്രമാത്രം ഒരു സംഗീതം തുടങ്ങി അവസാനിക്കുന്നത് പോലെ കാവ്യാത്മകമായി ഒരു സങ്കീർത്തനം പോലെ ഒഴുകി പരക്കുന്ന തിരുമേനിയുടെ പ്രസംഗ ശൈലി അത് തനത് ശൈലിയാണ്. മറ്റാരുടെയും കോപ്പിയടിച്ചിട്ടുള്ള ഒരു ശൈലിയല്ല. കഥയും കവിതയും ആനുകാലിക സംഭവങ്ങളും അതിൻ്റെ തലേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയും എല്ലാം കോർത്തിണക്കി അതിൻ്റെ തുണ്ടുകളുമെല്ലാം തിരുമേനിക്ക് കാണും. ഒരിക്കൽ തിരുമേനി പ്രസംഗിച്ചപ്പോൾ വാടരുതി മലരുകൾ എന്നുള്ള രീതിയിൽ തിരുമേനി പ്രസംഗിച്ചത് ഓർക്കുന്നു. ഗോവിന്ദച്ചാമിയെയും സൗമ്യയെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. വളരെയധികം നൊമ്പരത്തോടുകൂടെയാണ്, ഹൃദയവേദനയോടുകൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന അതിക്രമങ്ങളെയും പീഡനങ്ങളെയും സഹിക്കവയ്യാതെയാണ് തിരുമേനി പ്രസംഗത്തിൽ അതെല്ലാം ചേർക്കുന്നത്. തിരുമേനിയുടെ സംഭാഷണം അത് വളരെ കാവ്യാത്മകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കൽ പഴയ കാലത്തെ ഒരു ഇടവക അംഗം, തിരുമേനി ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്തത് പാലക്കാട്, അട്ടപ്പാടി, കരിമ്പ ആ മേഖലയിലുള്ള 7ഓളം പള്ളികളിലാണ് തിരുമേനി ആദ്യം അച്ഛനായിട്ട് പോയി ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, തിരുമേനി ഞങ്ങളുടെ പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചുറ്റുപാടുമുള്ള മേഖലകളിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചകം അതുപോലെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകമാണ്, കൊടുമുടികൾ തിരുമുടികൾ ചാർത്തിയ പാലക്കാടൻ മലമടക്കുകൾക്കിടയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഒടിഞ്ഞു മടങ്ങി പോകും. അപ്പോൾ സുന്ദരമായ ഭാഷകൾ, എന്നാൽ ആ ദേശത്തെയും മലകളെയും മലനിരകളെയും എല്ലാം സ്നേഹിക്കത്തക്ക രീതിയിൽ ഒരു പ്രാവശ്യം പറയുമ്പോൾ ഒരിക്കലും ഈ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കുവാൻ കഴിയാത്തതുപോലെ മെമ്മറി വേർഡ്സ് പോലെ നിറഞ്ഞു നിൽക്കുന്ന തിരുമേനിയുടെ ചില ശൈലികൾ ഉണ്ട്. ഒരു പക്ഷെങ്കിൽ വേണമെങ്കിൽ പറയാം, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് നമ്മൾ വായിക്കുകയും അതൊരു ശൈലിയായി തീർന്നിട്ടുള്ളതുപോലെ അത്താനാസിയോസ് തിരുമേനിയുടെ അത്ഭുത ലോകം അത് കഥകൾ കൊണ്ടും അപ്രകാരമുള്ള നറേറ്റീവ് തിയോളജികൾ കൊണ്ടും കാമ്പുള്ള സന്ദേശങ്ങൾ കൊണ്ടും മനുഷ്യ ഹൃദയങ്ങളിൽ സംഗീതത്തിൻ്റെ മഴ പെയ്യിക്കുന്ന, സങ്കീർത്തനം പോലെ എന്നും നിലനിൽക്കുന്ന, മനഃപ്പാടമായി നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലാവുന്ന സന്ദേശങ്ങളായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മലയാളത്തിലൊരു പാട്ടുണ്ട്, പാടുന്നില്ല, അത്ഭുത കഥകൾ തൻ ചെപ്പുകൾ തുറന്നോരും. പാടിയ ആ കുട്ടികളോട് പിന്നീട് ഇടക്കാല സമയത്ത് ചോദിച്ചാൽ പറയും. അത്രമാത്രം കഥകളും കവിതകളും സന്നിവേശിപ്പിച്ച് അതിൻ്റെ ചെപ്പുകൾ തുറന്ന് നമ്മളെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന പ്രസംഗ ശൈലി തിരുമേനിയുടെ വ്യത്യസ്തതയാണ്. 5ാമത്തെ വാക്ക്, ആർദ്രത നിറഞ്ഞ ഒരു ആയിരുന്നു അഭിമന്യ അത്താനാസിയോസ് തിരുമേനി. തിരുമേനി സ്റ്റേജിൽ നിന്ന് തകർക്കുമ്പോൾ നമുക്ക് തോന്നും
ഈ തിരുമേനി മനുഷ്യരോട് എന്തു ബന്ധം? എന്നാൽ സ്റ്റേജിലെ വാക്കുകളും വിഷയങ്ങളും അതിനപ്പുറമായി മനുഷ്യഹൃദയത്തോട് ചേർന്ന് നിന്ന് തിരുമേനി തോളിൽ കൈയിട്ട് അവരെ ഓമനപ്പേരോടുകൂടെ തിരുമേനിയുടെ മനസ്സിൽ പതിയത്തക്ക രീതിയിൽ ചില വാക്കുകളിലൂടെ അച്ഛന്മാരെയും വ്യക്തികളെയും അടുത്ത് നിർത്തി സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ചിലപ്പോൾ CV സൈമൺ എന്നുള്ള പേരൊന്നും അത്രമാത്രം അച്ചടി ഭാഷയിലൊന്നും തിരുമേനി പറയത്തില്ല. എന്നെ കാണുമ്പോൾ പറയുന്നതാണ്, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് ഇത്. ശീമോൻ എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ. VP ഫിലിപ്പച്ചനെ കാണുമ്പോൾ പറയും വിക്ടോറിയസ് ആൻഡ് ട്രയംഫൻ. ഫിലിപ്പില്ല. അപ്പോൾ ഏതൊരാളെയും തിരുമേനിക്ക് മനസ്സിൽ സൂക്ഷിക്കുവാൻ ചില അടയാളങ്ങൾ തിരുമേനി സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ആളുകളോടുള്ള അടുപ്പം കൊണ്ട് തിരുമേനി സൃഷ്ടിച്ചെടുക്കുന്ന ചില സൂത്രവാക്യങ്ങൾ ആണ്. ആടുകളുടെ ഗന്ധമുള്ള ഇടയൻ എന്ന് പറയുന്നത് പോലെ ആ ഇടയന്മാരുടെ ഇടയനായി, പൊയ്മുഖങ്ങളില്ലാതെ എല്ലാവർക്കും സമീപസ്ഥനായി, സ്നേഹസമ്പന്നനായി, ആരുടെയെങ്കിലും ദുഃഖങ്ങളും വേദനകളും അറിയുമ്പോൾ അവർ പറയാതെ തന്നെ അറിഞ്ഞ് അവരെ കരുതുവാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് തിരുമേനി. തിരുമേനി ബോംബെയിലിരുന്ന സമയത്ത് ഒരച്ഛൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷം അച്ഛനെ തിരുമേനി ഫോണിൽ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, മടിക്കരുത്. വെളുപ്പാങ്കാലത്ത് വിളിച്ച് പറയുന്നതാണ്. അപ്പോഴച്ഛൻ പറയും, ഒന്നുമില്ല, ഒരാവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. ഒരു ദിവസം രാവിലെ 5 മണിയായപ്പോൾ എന്നെയും വിളിച്ചു. അന്ന് എൻ്റെ കൂടെയുള്ള വല്യച്ഛൻ ജോൺ ജോണച്ചനാണ്. എന്നെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ജോൺ ജോണച്ചനെ വിളിച്ചു. അപ്പോൾ ജോൺ ജോണച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചച്ഛൻ ഇവിടെ വരെ വരാൻ പറയണം, എന്നെ താമസിക്കുന്നിടത്ത്. അതിനുശേഷം എൻ്റെ കയ്യിലൊരു പൊതി തന്നിട്ട് പറഞ്ഞു, ഇത് ഇന്ന അച്ഛന് കൊണ്ടുപോയി കൊടുക്കണം, അച്ഛനിപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. ഇതൊന്നും ആരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. തിരുമേനിയുടെ ഇങ്ങനെയുള്ള ഭാവങ്ങൾ എത്ര പേർക്കറിയാം എന്നറിയത്തില്ല. നമ്മൾ പറയാതെ അറിയുകയും ആവശ്യങ്ങളിൽ ആർദ്രതയോടുകൂടെ ഒരു ഇടയൻ എന്നുള്ള നിലയിൽ അറിഞ്ഞു കണ്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത കരുണയുള്ള, കരുതലുള്ള, അധിക സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു അത്താനാസിയോസ് തിരുമേനി. സ്പീഡിൽ പറയാം. 6ാമത്തെ വാക്ക് തിരുമേനിയെക്കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന, ഇവിടെ സഫലം എന്നുള്ള വാക്കിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും ആ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, തിരുമേനി കാണുമ്പോൾ സുന്ദരം, സുദൃഢം, സുതാര്യം. തിരുമേനി ഒരു സുന്ദരൻ ആയിരുന്നു. നമ്മൾ സാധാരണ അങ്ങനെ തിരുമേനി പറ്റി പറയാനൊക്കുമോ എന്നെനിക്കറിയത്തില്ല. തിരുമേനിക്ക് തിരുമേനിയുടേതായ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട്. തിരുമേനി സുന്ദരനാണെന്ന് വിചാരിച്ച് ഈ മത്സരത്തിന് പോകുന്ന ആളല്ല. എത്രമാത്രം സൗന്ദര്യമുണ്ടോ തിരുമേനി, അത്രമാത്രം സുദൃഢമായ തീരുമാനങ്ങളുള്ള, നല്ല ക്ലാരിറ്റിയുള്ള, വ്യക്തതയുള്ള വ്യക്തിത്വം ആയിരുന്നു. മറ്റൊന്ന്, ഇത്രമാത്രം ട്രാൻസ്പെറൻസി, സുതാര്യതയോടുകൂടെ കാര്യങ്ങൾ കാണുകയും അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് 100% വാശി പിടിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അഭിമന്യ തിരുമേനി. ബ്യൂട്ടിഫുൾ, സുന്ദരം എന്ന് പറയാം. അത് എത്രമാത്രം പരിപൂർണമായിരിക്കണം. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുന്ദരമായിരുന്നാൽ മാത്രം പോരാ, അതതിൻ്റെ പരിപൂർണതയിൽ എത്രയും നന്നായി തന്നെ അത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ട്രാൻസ്പെറൻസിയും അതുപോലെ. തിരുമേനി ഒരിക്കൽ പറഞ്ഞ പ്രസംഗത്തിനകത്തെ വാചകം അതുപോലെ പറയുകയാണ്. തിരുമേനി പറഞ്ഞു, പൂക്കൾ നല്ലതാണ്, മനോഹരമാണ്. പക്ഷേ പൂക്കൾക്ക് സൗന്ദര്യം മാത്രം പോരാ, സുഗന്ധവും കൂടി ഉണ്ടാകണം. അപ്പോഴാണ് പൂക്കളെ എല്ലാവരും സ്നേഹിക്കുന്നത്. നമുക്കൊക്കെ സൗന്ദര്യത്തെപ്പറ്റി, അതിൻ്റെ മനോഹാരിതയെപ്പറ്റി കണ്ട് മനസ്സ് കുളിർമയായിട്ട് നിൽക്കുന്ന ആളുകൾ ആണ്. എന്നാൽ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ട, പരത്തേണ്ട ഈ സുഗന്ധത്തെപ്പറ്റി, പരിമളത്തെപ്പറ്റി നമ്മൾ മറന്നു പോകരുത്. തിരുമേനിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തിരുമേനിയുടെ സ്നേഹത്തിൻ്റെ, സുതാര്യതയുടെ ഒക്കെ ഈ വലിയ സുഗന്ധം ആളുകളിലേക്ക് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. 7, തിരുമേനി നിർഭയത്വത്തിൻ്റെ ഒരു പ്രവാചകൻ ആയിരുന്നു. സാധാരണ പ്രവാചക ശബ്ദം എന്ന് പറഞ്ഞ്, എന്നാൽ വാക്കുകളിൽ അതിൻ്റെ ഇടയിൽ ചില ക്ഷോഭവും ചില ശോകവും
നിരാശയും ഇടകലർന്ന് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. സുഗതകുമാരി ടീച്ചർ തിരുമേനിയുടെ ഒരു നല്ല സുഹൃത്ത് ആയിരുന്നു. അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുക, ധാരാളം സാഹിത്യകാരന്മാരോട് തിരുമേനിക്കൊരു നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഒരിക്കലായി ഈ സുഗതകുമാരി ടീച്ചറിനോട് പറഞ്ഞ വാക്കുകൾ സുഗതകുമാരി ടീച്ചർ തിരുമേനിയുടെ ഒരു പുസ്തകത്തിൻ്റെ ഏതോ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. തിരുമേനി പറഞ്ഞു, ഒന്നും നേരെ അല്ലല്ലോ യാത്ത രീതിയിലുള്ള ക്ഷോഭത്തോടും വേദനയോട് നൊമ്പരത്തോടെ ഈ സമൂഹത്തിൻ്റെ സഭയുടെ പോക്കുകളെ കാണുമ്പോൾ തിരുമേനി വേദനയോടെ സഹൃദയരായ സുഹൃത്തുക്കളായ ആളുകളോട് പറയുകയാണ്. അപ്പോഴെല്ലാം നമുക്ക് തോന്നുന്ന ഒരു കവിവാക്യമുണ്ട്, കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണോ എൻ പരാജയം. ഇത്രമാത്രം കാപട്യം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ആത്മാർത്ഥതയോടും സുതാര്യതയോടും വിശ്വസ്തയോടും വ്യത്യസ്തതയോടും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന വലിയ വലിയ ഗദ്ഗതങ്ങൾ അത് തിരുമേനിയുടെ പ്രഭാഷണങ്ങളിൽ, തിരുമേനിയുടെ സാധാരണ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ യുവാക്കളിൽ തിരുമേനി ഇന്നും ഒരു ജ്വാലയായി, ഒരു തീപ്പന്തമായിട്ട് നിലനിൽക്കുന്നത് ഈ ധാർമ്മികതയുടെ, ഈ രോഷം ഉൾക്കൊള്ളുന്ന ധാർമ്മിക അഗ്നിയുടെ ജ്വാലയാണ് നമ്മളിൽ നിറഞ്ഞ് നിൽക്കേണ്ടത്. അടുത്തത് 8-ാമത്തേതായിരിക്കും, എന്നെ നമ്പരൊന്നും ഇട്ടിട്ടില്ല. തിരുമേനിയുടെ ഒരു ലോകം ഏത് ലോകം ആയിരുന്നു? സാധാരണ നേതാക്കന്മാരെ സംബന്ധിച്ച് അത് സഭയിലായാലും രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന നാട്ടിൽ നിന്നും നമ്മൾ പറന്ന് പോവുകയും നിൽക്കുന്ന നാട് ഏതാണെന്ന് പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം ആ നാട്ടുകാരനാണോ ഞാനെന്ന് സംശയം കാണിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തെ നമ്മൾ കാണുമ്പോൾ തിരുമേനി വിദേശ സന്തോഷത്തേക്കാൾ സ്വദേശ സംതൃപ്തി കണ്ടെത്തിയ വ്യക്തിയാണ്. എന്നാൽ വൈദേശികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തിരുമേനി അന്വേഷിക്കും. തിരുമേനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ക്രിക്കറ്റും കാര്യങ്ങളുമൊക്കെ തിരുമേനി അന്വേഷിക്കും. സച്ചിൻ തെണ്ടുൽക്കർക്ക് ഏറ്റവും നല്ല അഭിനന്ദന വാക്കുകൾ തിരുമേനി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ തിരുമേനിയെ സംബന്ധിച്ച് ആ എഴുതിയ എഴുത്തിനകത്ത് ഞാൻ എവിടെ വായിച്ചു, ക്രിക്കറ്റ് ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു നെടുമ്പുറത്ത്, പക്ഷേ കുറ്റിപ്പന്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, അതെനിക്ക് നല്ല പരിചയമാണ്. ക്രിക്കറ്റിനേക്കാൾ കുറ്റിപ്പന്തിനെ ഇഷ്ടപ്പെട്ട, ഏത് വിദേശ രാജ്യത്തെ സന്തോഷങ്ങളെക്കാൾ അപ്പുറമായി തിരുമേനി ഉൾപ്പെടുന്ന ഗ്രാമം, തിരുമേനി ഏത് ഭദ്രാസനത്തിലാണോ ഏത് ഇടവകയിലാണോ ആ ചുറ്റുവട്ടങ്ങളെ ഒരു സ്വർഗലോകമായിട്ട് കണ്ട് അവിടെ സ്വർഗം തീർത്ത വ്യക്തിയാണ് അഭിവന്ദ് തിരുമേനി. എനിക്ക് തോന്നുന്നു തിരുമേനി 17 വർഷം ഒരു ഭദ്രാസനത്തിലിരിക്കാൻ കാരണം റാന്നി എന്ന് പറയുന്ന മലയോര ഗ്രാമത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു കർമ്മേൽ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു വിഷയമായിട്ട് തിരുമേനിയുമായിട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ തിരുമേനി എന്നെ ആ മുറിയുടെ അപ്പുറത്തുള്ള ആ ബാൽക്കണിയിലാണ് കൊണ്ടുപോയി ഇരുത്തി സംസാരിച്ചത്. അന്നേരം പറഞ്ഞു, അച്ഛൻ്റെ വിഷയങ്ങൾ ഇവിടെ ഇരുന്നൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അത് സോൾവ് ചെയ്യും. കാരണം അത്ര സുന്ദരമാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരുന്നുള്ള കാഴ്ച, ഇവിടെ കിട്ടുന്ന കാറ്റ് അത്ര ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തിരുമേനി ഈ റാന്നിയെ അല്ലെങ്കിൽ മലയോര ഗ്രാമത്തെ അത്രമാത്രം നെഞ്ചിലേറ്റി സ്നേഹിച്ചു. തിരുമേനിക്ക് കുടംപുളിയിട്ട ഒരു മീൻകറി ഉണ്ടെങ്കിൽ തിരുമേനിക്ക് മുമ്പിൽ ഒരു കുഴിമന്തിയും തിരുമേനിക്ക് മുമ്പിൽ ഒരു ബാർബിക്യൂവിനും അടുത്തു വരാനായിട്ട് സാധ്യമല്ല. കാരണം അത്രമാത്രം നാടിൻ്റെ നന്മയെ, നാടിൻ്റെ രുചിയെ, ഈ നാട് സ്വർഗമാണെന്ന് ജീവിതം കൊണ്ട് ഉൾക്കൊണ്ടു നിന്ന ആളാണ്. എനിക്കൊന്ന് തിരുമേനിമാരിൽ വിദേശ യാത്ര ഏറ്റവും കുറഞ്ഞിട്ടുള്ള ആളും തിരുമേനിയായിരിക്കും. തിരുമേനിക്ക് ഒരു ഗൾഫിലെ ഇടവകയുണ്ടെങ്കിൽ അവിടെ മാത്രം പോകും. അതിൻ്റെ അയലോക്കത്തെ ഇടവകയെ വിളിച്ചാൽ പറയാം ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനായിട്ട് തിരുമേനി ശ്രമിക്കും. അപ്പോൾ ഈ നാടിനെ, തിരുമേനി ഉൾപ്പെട്ടിരിക്കുന്ന ഭദ്രാസനത്തെ, ഇടവകകളെ, നാട്ടുരുചികളെയും ശൈലികളെയും അതിനോട് കൊശിയോടെ കണ്ട ഒരു വ്യക്തിയാണ് തിരുമേനി. അടുത്ത 1-2 കൊച്ചുകാരോട് പറഞ്ഞു നിർത്തുകയാണ്. സഭയുടെ ദൗത്യം, സഭയുടെ ദർശനം എന്തായിരിക്കണമെന്ന് തിരുമേനിക്ക് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. സഭയ്ക്ക് ക്രിസ്തു ഒരു ബാധ്യതയായി തീരരുത്,
ക്രിസ്തു ഒരു സാധ്യതയായി തീരണം. ഇത് തിരുമേനിയോട് പ്രസംഗിച്ച് കേട്ട വാക്കാണ്. ഞാനൊരു ക്രിസ്ത്യാനിയായിപ്പോയത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇടവകയുടെ ഭാഗമായി തീർന്നിരിക്കുന്നത്, സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരു ബാധ്യതയാണോ എന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ, ആ ബാധ്യതയല്ല, ക്രിസ്തുവാണ് നമ്മുടെ എല്ലാ പോസിബിലിറ്റി എന്ന് തിരുമേനി വ്യക്തമായിട്ട് പറയുമായിരുന്നു. എപ്പോൾ സഭയുടെ ദൗത്യം, സഭയുടെ മിഷൻ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ, അപ്പോൾ സഭയുടെ ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോഴെല്ലാം ദർശനം നഷ്ടപ്പെട്ടു പോയ സഭയെ തിരുത്തുവാൻ, കറക്റ്റ് ചെയ്യുവാൻ, സഭയ്ക്ക് പുറത്തു നിന്ന് പോലും ആളുകൾ സഭയ്ക്കുള്ളിലേക്ക് ഉൾപ്രവേശിക്കുമെന്ന് വിശ്വസിച്ച ആളാണ് തിരുമേനി. കഴിഞ്ഞ വർഷം, ഈ വർഷമാണെന്ന് തോന്നുന്നു, നമ്മുടെ കീക്കുഴു പള്ളിയിൽ വെച്ച് അഭിമന്യ അത്താനാസ് തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് തിരുമേനിയുടെ നല്ല സുഹൃത്തായ പ്രൊഫസർ എം തോമസ് മാത്യു സാറാണ്. അപ്പോൾ തോമസ് മാത്യു സാറ് ഉദ്ധരിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയിലെ കഥാപാത്രത്തെപ്പറ്റി, കഥാപാത്രമല്ല, നീലകണ്ഠൻ എന്ന ആനയെപ്പറ്റി സാറ് പറഞ്ഞു. പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ കണക്ഷനൊന്നും ഓർക്കുന്നില്ല. അപ്പം നീലകണ്ഠൻ്റെ ഒരു പ്രത്യേകത, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മതപ്പാട് ഇളകിയതിന് ശേഷം പരമാവധി പാപ്പാന്മാരെ കൊന്ന ആളാണ് ഈ നീലകണ്ഠൻ ആന. കഥയ്ക്ക് അതിൻ്റെ സന്ദേശമായിട്ട് വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴെല്ലാം കാര്യങ്ങൾ നേരെയല്ല എന്ന് തോന്നുമ്പോൾ ആനയ്ക്ക് തോന്നും ഈ പാപ്പാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. കാര്യങ്ങൾ നേരെയല്ല പോകുന്നതെന്ന് തോന്നുമ്പോൾ ആനയ്ക്കും രോഷം കൊള്ളും. തിരുമേനിക്ക് സഭയുടെ മിഷനെ പറ്റി, സഭയുടെ ദൗത്യത്തെപ്പറ്റി, സഭയുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അതിനൊരു അണുവിട വ്യത്യാസം കണ്ടാൽ അപ്പുറവും ഇപ്പുറവും നോക്കാതെ തിരുമേനി പറയുന്നതിൽ ക്ഷമിക്കുക, മതപ്പാടോടുകൂടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് സഭയോടുള്ള, സഭയുടെ നാഥനായ കർത്താവിനോടുള്ള, സഭയ്ക്ക് ദർശനം നൽകിയിട്ടുള്ള പൂർവ്വ പിതാക്കന്മാരോടുള്ള തിരുമേനിയുടെ ആദരവും ബഹുമാനവുമായി തീരും. കിർക്കിഗോർ എന്ന ചിന്തകൻ, ദൈവശാസ്ത്ര ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പലതും ശീലമായി തീരുന്ന ക്രിസ്തീയതയാണ് അപകടകരമായി തീരുന്നത്. ഹാബിച്വൽ ക്രിസ്ത്യാനിറ്റി. ഇന്ന് നമ്മൾ പല ശീലങ്ങളിൽ പെട്ട് പല പുതിയ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുകയാണ്. ശീലങ്ങളിൽ നിന്ന് പുതിയ പുതിയ ശൈലികളിലേക്ക് വരുവാൻ തിരുമേനി ആഗ്രഹിച്ചിരുന്നു. ലാസ്റ്റ്, അധികാരത്തിന് പുതിയ നിർവചനം നൽകിയ ആളാണ് അഭിമന്യ അത്താനാസ്യൂസ് തിരുമേനി. അധികാരത്തിന് പുതിയ ഭാഷ്യം. എന്താണ് അധികാരം? അത് കീഴടക്കുകയല്ല, കീഴടങ്ങുന്നതാണ് അധികാരം. വാഴ്ചയല്ല, വാണരുളുകയല്ല അധികാരം. ജനങ്ങൾക്ക് വാഴ്വ് നൽകുക ആണ്. അതിന് ഉദാഹരണമായി ഇതിനോട് ചേർന്നല്ല ഞാൻ പുറത്തുനിന്ന് വായിച്ചത്. മുമ്പേ ഒരു ആനക്കാര്യം പറഞ്ഞല്ലോ. കോന്നിക്കാരനായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ആനക്കാര്യം പറയുന്നത് സന്തോഷം ആണ്. ആനകളിൽ വളരെ കുറച്ച് ആനകൾക്ക് മാത്രമേ തിടമ്പ് ഏറ്റുവാനുള്ള, ക്ഷേത്രങ്ങളിൽ തിടമ്പേറ്റുവാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. എന്നാൽ തിടമ്പേറ്റുന്ന ആനകളും തിടമ്പേറ്റൽ മാത്രമല്ല അതിൻ്റെ ഡ്യൂട്ടി. തിടമ്പേറ്റുന്ന ഗജവീരന്മാർ ഓർക്കണം, തിടമ്പേറ്റുന്ന നീയും തടി വലിക്കേണ്ട ആൾ ആണ്. തിടമ്പ് ശിരസിലാണ്, ഉയരത്തിലാണ്, അല്ലെങ്കിൽ മുകളിലാണ് ഇരിക്കുന്നത്. തടി ആന തലയിൽ വെച്ചുകൊണ്ടല്ല നടക്കുന്നത്, തടി തറയിലൂടെ വലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അധികാരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആനയുടെ ഈ ഒരു ചിത്രം മനസ്സിൽ വരികയാണ്. എല്ലാ തിടമ്പുകളും ഏറ്റി ശിരസുയർത്തി നിൽക്കുന്ന നേതാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ആ നേതാവിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ തടി വലിക്കുന്ന, ഈ താണ് ഉള്ള ഉത്തരവാദിത്വം, ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്വം തൻ്റെ ശിരസിൽ, തൻ്റെ തുമ്പിക്കൈയിൽ, തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് അധികാരം കീഴടക്കലല്ല, കീഴടങ്ങുന്നതും വാഴ്ചയല്ല, വാഴ്വ് നൽകുന്നതുമാണ് എന്ന് തിരിച്ചറിയാനായി സാധിക്കുന്നത്. ഒരിക്കലും മാധ്യമത്തിൻ്റെ മുൻപിൽ
നിറഞ്ഞു നിൽക്കുവാൻ തിരുമേനി അധികാരം ഉപയോഗിച്ചിട്ടില്ല. അധികാരത്തിൻ്റെ പകിട്ട് അത് അന്ധകാരത്തിൽ നിൽക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച ആളാണ്. ഞാനൊരു 10-11 കൂട്ടം കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞു. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അഭിവന്യ അത്താനാസ്യോസ് തിരുമേനി വ്യത്യസ്തനായ വിശ്വസ്തദാസൻ ആയിരുന്നു. അഭിവന്യ അത്താനാസ്യോസ് തിരുമേനി ആദർശത്തിൻ്റെ ആൾ രൂപമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അഭിവന്യ അത്താനാസ്യോസ് തിരുമേനി കഠിനാധ്വാനത്തിൻ്റെ കർമ്മയോഗിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തിരുമേനിയുടെ സംഭാഷണങ്ങൾ ഒരു സങ്കീർത്തനം പോലെ, കാവ്യം പോലെ നമ്മുടെ ഉള്ളിൽ ഇന്ന് നിറഞ്ഞ് നിൽക്കുന്നു. ആർദ്രത നിറഞ്ഞ ഒരു അജപാലകനായി, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹിതനായി തിരുമേനി നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം സുന്ദരമായിരിക്കണം, സുദൃഢമായിരിക്കണം, പരിപൂർണമായിരിക്കണം, സുതാര്യമായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്ന തിരുമേനി നിർഭയത്വത്തോടെ പ്രവാചകതുല്യം ശുശ്രൂഷ ചെയ്ത തിരുമേനിയാണ്. തിരുമേനിയുടെ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതല്ല, എന്നാൽ കണ്ണെത്തും ദൂരത്ത്, കൈയെത്തും ദൂരത്ത് സ്വർഗത്തിൻ്റെ പതിപ്പ് അത് കണ്ടറിഞ്ഞ തിരുമേനി ആണ്. സഭയുടെ ദൗത്യം തിരുമേനിയുടെ ഞരമ്പുകളിലൂടെ നിറഞ്ഞോടിയ രക്തധമനികളിൽ നിറഞ്ഞു നിന്ന വിഷയമാണ്. ഈ സഭ എങ്ങോട്ടാണ്? ഈ സഭയുടെ ദർശനം, സഭയുടെ മിഷൻ, ദൗത്യത്തെപ്പറ്റി വ്യക്തമായ ബോധ്യം തിരുമേനിക്ക് ഉണ്ടായിരുന്നു. നവങ്ങളായ ശൈലികളിലൂടെ ഈ നവീകരണ സഭ വളർന്നു വരണം എന്നാഗ്രഹിച്ച തിരുമേനിയാണ്. അധികാരത്തിൻ്റെ ഔന്നത്യത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിലും അധികാരം തലയ്ക്ക് പിടിക്കാതെ ജനഹൃദയങ്ങളിലേക്കത് പങ്കിട്ട് അവരിലൊരാളായി സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മുടെ മധ്യത്തിൽ നടന്നു നീങ്ങിയ തിരുമേനി ആണ്. വാക്കുകളെ നിർത്തുകയാണ്. മാർത്തോമാ സഭയിൽ മരിച്ചിട്ടും സൗന്ദര്യം വർദ്ധിക്കുന്ന മരതകകാന്തിയോടെ നമ്മുടെ മധ്യത്തിൽ തിളങ്ങി നിൽക്കുന്ന പ്രകാശഗോപുരമാണ് അത്താനാസ്യോസ് തിരുമേനി. ആ ചാന്ദ്രശോഭ, ആ നിലാവ് ഇന്നും ഈ സഭയിലുണ്ട്. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലുണ്ട്, ഈ യൂത്ത് അസംബ്ലിയിൽ ഉണ്ട്. നമുക്ക് നമ്മുടെ യുവഹൃദയങ്ങളിൽ, വളർന്നു വരുന്ന നമ്മുടെ മനസ്സുകളിൽ തിരുമേനി ഒരു നിഴലായി, ഒരു നിലാവായി എപ്പോഴും നിറഞ്ഞ് നിൽക്കട്ടെ. ആ തിരുമേനി ഒരു പനിനീർ പൂ പോലെ കാഴ്ചയ്ക്കുള്ള ഭംഗി മാത്രമല്ല, എപ്പോഴും സുഗന്ധം വഹിക്കുന്ന ഒരു സുഗന്ധവാഹിനിയായി നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സഭാ സ്നേഹത്തെ, ദൗത്യ ദർശനത്തെയെല്ലാം എന്നും പച്ച പിടിപ്പിച്ച് നിർത്തുവാൻ തിരുമേനിയുടെ അസാന്നിധ്യം നമ്മുടെ മനസ്സിൽ സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയെ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം. തിരുമേനിയുടെ ശുശ്രൂഷ ലഭിപ്പാൻ, ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച, ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച റാന്നി നിലയ്ക്കൽ ഭദ്രാസനം, അതിൻ്റെ പുത്തൻ തലമുറക്കാർ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളിൽ സഭ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നു. നല്ല മാതൃകയിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിന്ന് ശോഭിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുമേനിയുടെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു.